ഓം 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 ഗം ഗണപതിയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദി വിശ്വേശ്വരി വിശ്വപ്രസീദി പ്രസീദി വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദി സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഃ കൃതവോ ഇന്ദു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദിപരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹത്താൽ നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹത്വങ്ങളെ മനസ്സിലാക്കുകയാണ്. ഇന്ന് 38ാമത്തെ സ്തോത്രം. ഈ സ്തോത്രത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ ഗീർ ദേവതായൈ നമഃ. ഓം ശ്രീ ഗീർ ദേവതായൈ നമഃ. ഈ സ്തോത്രത്തിൻ്റെ ബലശ്രുതി കുഞ്ഞുങ്ങൾക്ക് വരുന്ന ബാലാരിഷ്ടം എന്ന് പറയപ്പെടുന്ന അരിഷ്ട സംഭവങ്ങളിൽ നിന്നും അവരെ രക്ഷപ്രാപിക്കുവാനും അവർക്ക് ദേഹാശ്വാസം നൽകുവാനും കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനും ഈ സ്തോത്രജപത്താൽ ഉണ്ടാകുന്ന സിദ്ധിബലം ലഭിക്കുന്നതാണ്. പൊതുവെ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ഈ മന്ത്രജപത്താൽ സാധ്യമാണ് എന്ന് പറയുന്നു. സങ്കല്പം ബാലാരിഷ്ട ശാന്ത്യർത്ഥം അഷ്ടത്രിംശത് ശ്ലോകം ജപേത്. സ്തോത്രത്തിലെ പ്രതിപാദ്യം എന്ന് പറയപ്പെടുന്നത് അനാഹത ചക്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ആദിശങ്കര ഭഗവത്പാദരുടെ വ്യാഖ്യാനിക്കുന്നത്. ആദ്യം ആജ്ഞാചക്രത്തെക്കുറിച്ച് പറഞ്ഞു, മനത്തത്വം. പിന്നീട് കണ്ഠപത്മത്തിലുള്ള വിശുദ്ധി ചക്രത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു, അവിടെ ആകാശതത്വം. ഇപ്പോൾ പറയാൻ പോകുന്നത് ഹൃദയപത്മത്തിലുള്ള വായുതത്വം എന്ന് പറയപ്പെടുന്ന അനാഹത ചക്രത്തിലാണ്. അനാഹത ചക്രം 12 ദളങ്ങളോട് കൂടിയതാകുന്നു. വായുതത്വമാണ് ഇവിടുത്തെ പ്രാധാന്യം. സ്തോത്രം ജപിക്കേണ്ട രീതി: രാവിലെ കിഴക്കുമുഖമായിരുന്ന് 40 ദിവസവും 5000 പ്രാവശ്യം ഈ സ്തോത്രത്തെ അല്ലെങ്കിൽ ഈ ശ്ലോകത്തെ ജപം ചെയ്താൽ സിദ്ധി ലഭിക്കുന്ന പക്ഷം കുഞ്ഞുങ്ങൾക്കുള്ള വരുന്ന ബാലാരിഷ്ടം എന്ന് പറയപ്പെടുന്ന അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. നല്ല ആരോഗ്യവും ആയുസ്സും നൽകപ്പെടുന്നു. നിവേദ്യം പഴം, കൽക്കണ്ട്, മുന്തിരിങ്ങ, മറ്റു പഴങ്ങൾ എല്ലാം തന്നെ നിവേദിക്കാവുന്നതാണ്. ഈ സ്തോത്രത്തിന് പറഞ്ഞിരിക്കുന്ന ചക്രം വൃത്താകൃതം, അതിൻ്റെ നടുവിൽ കം എന്നുള്ള ബീജാക്ഷരമന്ത്രം എഴുതി അതിൽ പരാശക്തിയെ ആവാഹിച്ചിരുത്തി പൂജ ചെയ്യുന്നതാണ്. ശ്ലോകം: സമുന്മീല സംവിത് കമല മകരന്ദൈകരസികം ഭജേ ഹംസധ്വന്ദ്വം കിമപി മഹതാം മാനസചരം യഥാലാപാത് അഷ്ടാദശ ഗുണികവിദ്യാ പരിണതിഃ യത് ആധത്തെ ദോഷാദ് ഗുണം അഖിലം അദ്ഭ്യഃ പയ ഇവ. സമുന്മീല സംവിത് കമല മകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരാം യഥാലാപാദ് ദഷ്ടാദശ ഗുണിത വിദ്യാ പരിണതിഃ യഥാധത്തെ ദോഷാദ് ഗുണമഖിലം മദ്ഭ്യ പയ ഇവ. നല്ല രസകരമായ ഒരു സ്തോത്രമാണ് ഭഗവത്പാദർ ഇവിടെ പറയുന്നത്. ഭക്തന്മാർ അല്ലെങ്കിൽ സാധകന്മാർ പരാശക്തിയെ സമയാചാര ക്രമമനുസരിച്ച് ആരോഹണ രൂപത്തിലും അവരോഹണ രൂപത്തിലും അന്തർമുഖമായി കുണ്ടലിനി ശക്തിയെ പടിപ്പടിയായി മൂലാധാരത്തിൽ നിന്നും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രം എന്ന് പറയപ്പെടുന്ന ചക്രങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് സഹസ്രാരപത്മത്തിലെ ചിച്ചന്ദ്രമണ്ഡലത്തിൽ വാസം ചെയ്യുന്ന പരമശിവനുമായുള്ള ആമോദത്താൽ സംഗമിച്ച ശേഷം ശക്തി ശിവനെയും കൂട്ടി മൂലാധാരത്തിലേക്ക് തൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന തൻ്റെ വീട്ടിലേക്ക് മടക്കി കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ സഹസ്രാരപത്മത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്കും പിന്നീട് വിശുദ്ധി ചക്രത്തിലേക്കും പിന്നീട് അനാഹത ചക്രത്തിലേക്കും അതിനുശേഷം മണിപൂരം, സ്വാധിഷ്ഠാനം,
മൂലാധാരം എന്ന് പറയപ്പെടുന്ന അവരോഹണക്രമത്തിൽ ശക്തിയും ശിവനുമായി ചേർന്ന് വരുന്നു. ഈ യോഗത്തെയാണ് ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ ബുദ്ധിരൂപേണ ഭഗവത്പാദരുടെ ബുദ്ധിയിൽ പ്രവേശിച്ച് ശക്തി ആദിശങ്കർ ഭഗവത്പാദറിൽ തോന്നിപ്പിക്കുന്ന ധ്യാന ചലനങ്ങളും അനുഗ്രഹങ്ങളുമാണ് അദ്ദേഹം ഇവിടെ സ്തോത്രരൂപത്തിൽ പരാശക്തിക്ക് മുമ്പിൽ തന്നെ ഇരുന്ന് രചിച്ച് പരാശക്തിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ പരാശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ ഭക്തന്മാരും ഇങ്ങനെ ധ്യാനം ചെയ്യുമ്പോഴാണ് പരാശക്തിയുടെ പരിപൂർണമായ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഭഗവത്പാദർ പറയുന്നു, സമുന്മീല സംവിത്ത്, അതായത് ഉന്മീലനം എന്ന് പറഞ്ഞാൽ വിടരുക, തുറക്കുക. ഇപ്പോൾ വിഗ്രഹങ്ങൾക്കെല്ലാം ഉന്മീലനം ചെയ്യണം അല്ലെ, അതൊരു വലിയ ഒരു ചടങ്ങാണ്. ശില്പി കൊത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിഗ്രഹത്തെ അതിൻ്റെ കണ്ണ് തുറന്ന് അതിന് ജീവൻ നൽകി പൂജായോഗ്യമാക്കി തീർത്ത് അതിൽ എല്ലാവിധമായ ഉപചാരങ്ങളെയും നൽകി ആ വിഗ്രഹം ബ്രഹ്മാണ്ടത്തിലെ പരാശക്തിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ആ സ്ഥാനം വഹിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലോ പുണ്യക്ഷേത്രങ്ങളിലോ വാസം ചെയ്യുന്നു. ഈ കോസ്മിക് എനർജി എന്ന് പറയപ്പെടുന്ന കോസ്മിക്, അതായത് ബ്രഹ്മാണ്ടത്തിൽ നിന്നും ശക്തിയെ ആവാഹിച്ച് വിഗ്രഹത്തിലിരുത്തി പഞ്ചഭൂതങ്ങളും ചേർന്നിരിക്കുന്ന ഒരു മഹത്തത്വമാകുന്നു വിഗ്രഹം. വിശേഷാൽ ഗ്രഹിക്കുന്ന ശക്തിയുണ്ട് അതിന്, പ്രത്യേകിച്ച് കല്ലിന്. നല്ല കരിങ്കല്ലിൽ 5 ഭൂതങ്ങളും അതിൽ വിരാജിക്കുന്നു. പഞ്ചഭൂതങ്ങളെ ആവാഹിക്കുന്നതിനും പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്നതിനും സമമാകുന്നു കൽവിഗ്രഹങ്ങളിൽ ദൈവശക്തിയെ ആവാഹിച്ചിരുത്തി പൂജ ചെയ്യുന്നത്. കല്ലിലെല്ലാം ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. കല്ല് ആദിയിൽ നിന്നുള്ളതാണ്. പല യുഗങ്ങളും പല മഹാത്മാക്കളെയും പല സംരംഭങ്ങളെയും അത് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവമുള്ളതാകുന്നു. പല സ്ഥലങ്ങളിലും കല്ല് വളരുന്നുണ്ട് ഇന്നും. അതെല്ലാം ഒരു ഭാഗത്ത്. അങ്ങനെ ലോകത്തിലെ പ്രപഞ്ച ശക്തിയെ മുഴുവൻ ആവാഹിച്ചിരുത്തി അതിൽ നിന്നും അനുഗ്രഹം രൂപമായി അടുത്ത് ചെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവരിൽ ആ ചൈതന്യത്തെ പകരുന്നു. ഇതാണ് നമ്മളുടെ ബഹിർമുഖമായിരിക്കുന്ന പൂജാ സമ്പ്രദായത്തിൽ പറയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് സമുന്മീലം, വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന കമല കരൻ, കമലം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമര, മകരന്തൈകരസികം, താമരപ്പൂവിലെ തേൻ, ഭജേ. ഈ വിടർന്നിരിക്കുന്ന താമരപ്പൂക്കളിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന തേനിനെ ആഹാരമായി സ്വീകരിച്ച് അതിനെ കഴിച്ച് പരിപൂർണമായ ജ്ഞാനസ്വരൂപമായി തീരുന്ന ഒരു തത്വത്തെയാണ് ഭഗവത്പാദർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹംസധ്വന്തം, 2 ഹംസങ്ങളായിരുന്നു കൊണ്ടാണ് ഈ തേനിനെ അവർ പകരുന്നത്. കിമപി മഹതാം, അനിർവാച്യമായ മഹാന്മാരുടെ മാനസചരം, മനസ്സാകുന്ന മാനസസരസിൽ സഞ്ചരിക്കാൻ ശീലവും താല്പര്യവും ഉള്ള 2 ഹംസങ്ങളാണത്രേ ഇവ. ആരാണ് ഈ ഹംസങ്ങൾ? ശിവനും ശക്തിയുമാകുന്നു ഈ ഹംസദ്വയം എന്ന് പറയുന്നത്. ഹംസദ്വന്ദ്വം. യഥാലാപാത്, യാതൊരു കാരണത്താൽ ഇവരുടെ സംഗമം അവിടെ ഉണ്ടായിത്തീരുന്നുവോ ആ മാനസരോവരം എന്ന് പറയപ്പെടുന്ന ഹൃദയപത്മത്തിൽ അനാഗത ചക്രത്തിൽ സംഭവിക്കുന്നുവോ അപ്പോൾ തന്നെ അതിൽ നിന്നും ആ ശക്തിയുടെ പ്രഭാവത്താൽ 18 ഗുണിത വിദ്യാപരിണതി, 18 വിധത്തിലുള്ള വിദ്യകളുടെ പരിണാമം സംഭവിക്കുന്നു. അതായത് സാധകൻ കുണ്ടലിനി ശക്തി അനാഗത ചക്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ 18 വിദ്യകളെയും പഠിച്ച മഹായോഗ്യനായി തീരുന്നു. സർവജ്ഞാനിക്ക് സമനായി തീരുന്ന 18 വിദ്യകളുടെയും ആചാര്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടുന്നു ആ ഭക്തൻ. യത് ആദത്തെ, അതിൻ്റെ കാരണം ഈ 2 ഹംസങ്ങളുടെയും മിഥുനം, 2 പേരും ചേർന്നിരിക്കുന്ന ആ യോഗം സംഭവിക്കുന്നതുകൊണ്ട് എത്ര വലിയ ദോഷമാണെങ്കിലും അത് പോകുമെന്ന് പറയുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ദോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാനം തന്നെയാകുന്നു ഏറ്റവും വലിയ ദോഷം. അജ്ഞാനിനാ മഹാദോഷാത്, വെങ്കടേശ്വര സുപ്രഭാതത്തിൽ കേട്ടിട്ടുണ്ടാവും ഈ വരി വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ദോഷം അജ്ഞാനമാകുന്നു. ജ്ഞാനത്തെ തിരിച്ചറിയാത്ത എല്ലാം അജ്ഞാനമാണ്. ജ്ഞാനം ആരാകുന്നു? ദൈവം മാത്രമാണ് ജ്ഞാനം. അപ്പോൾ ദൈവത്തെ അറിയാത്ത എല്ലാവരും അജ്ഞാനികളാകുന്നു.
അപ്പോൾ ആ എല്ലാ അജ്ഞാനികളും പാപികളാണ്, അല്ലെങ്കിൽ പാപമുള്ള ദോഷമുള്ള ഒരു ജീവികളാകും. അങ്ങനെ ചുറ്റിവളച്ച് ഈ അർത്ഥത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം. യത് ആദത്തെ ദോഷാത് ഗുണമഖിലം അദ്ഭ്യഹ പയ ഇവ. എത്ര വലിയ ദോഷമാണെങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് ജയിക്കാനും, അതുമാത്രമല്ല വിവേകശക്തി ഉപയോഗിച്ച്, അതായത് ഡിസ്ക്രിമിനേഷൻ പവർ, നല്ലതിനെയും ചീത്തയെയും വ്യത്യസ്തപ്പെടുത്തി മാറ്റി നിർത്തി ഒതുക്കി നിർത്തി നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ശക്തി ഈ ഹംസങ്ങൾക്കുണ്ട്. ഹംസങ്ങൾ എന്ന് പറയപ്പെടുന്നത് ക്ഷീരത്തെയും ജലത്തെയും സമ്മിശ്രമാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ആ ജലത്തെ മാറ്റി നിർത്തി ക്ഷീരത്തെ മാത്രം ഉറിഞ്ഞു കുടിക്കാനുള്ള ഒരു ശക്തി, ഒരു കഴിവ് ഹംസങ്ങൾക്കുണ്ട്. സാധാരണ താറാവല്ല ഹംസം. ഹംസം ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാകുന്നു. ചകോര പക്ഷികൾ എന്ന് പറയപ്പെടുന്നത് പോലെ തന്നെ ഇത് ദിവ്യത്വമുള്ളവയാണ്. മഹാകൈലാസത്തിൽ മാനസരോവരത്തിൽ കാണാൻ സാധ്യമാണ്. ഞങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, പ്രത്യക്ഷമായി ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. സ്വർണ്ണത്താറാവ് എന്നെല്ലാം കഥകളിൽ കേട്ട് കാണും. സ്വർണ്ണത്താറാവിന് നേരിട്ട് അവിടെ കാണാൻ സാധിക്കുന്നു. വളരെ ഭക്തിയും ഭാഗ്യവും വേണം, എങ്കിൽ മാത്രം കാണാൻ സാധിക്കും. പൊതുവേ ശ്വേതവർണ്ണത്തിലുള്ള ഹംസങ്ങളെ അധികം കാണാൻ സാധിക്കുന്നു മാനസരോവരത്തിൽ. ഈ സ്വർണ്ണത്തിലുള്ളവ വളരെ വളരെ അപൂർവമാണ്. അങ്ങനെ അവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. നല്ലതിനെയും ചീത്തയെയും തിരഞ്ഞെടുക്കാനുള്ള ശക്തി, വിവേകശക്തി ഉണ്ടാകുന്നു. അതായത് സാധകൻ കുണ്ടലിനി ശക്തിയെ അനാഹതാചക്രത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവന് ലോകത്തിലെ നല്ലതിനെയും കെട്ടതിനെയും തിരിച്ചറിയാനുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ശക്തി, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നുള്ള ആ വിവേകശക്തി കൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹം ആ സാധകന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. നാം എപ്പോഴും ശരിയായിട്ടുള്ള മാർഗത്തിൽ കുണ്ടലിനി അഭ്യാസം ചെയ്തിട്ടില്ലെങ്കിൽ പോലും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വലത് കരം എടുത്ത് ഇരുന്ന് മൂലാധാരപത്മത്തിൽ പിടിച്ചമർത്തുക. എന്നിട്ട് ഓം മൂലാധാരൈകനിലയായൈ നമഃ എന്ന് പറയുക. അതിനുശേഷം സ്വാധിഷ്ഠാന ചക്രത്തിൽ കൊണ്ടുവരിക. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ജനനേന്ദ്രിയ സ്ഥാനമാകുന്നു. അതിൻ്റെ പുറകിലാണ് സ്വാധിഷ്ഠാന ചക്രം. ഓം സ്വാധിഷ്ഠാന ചക്രനിലയായൈ നമഃ. അതിനുശേഷം നമ്മുടെ നാഭിപത്മം, ഇതാണ് മണിപൂരക ചക്രം, ഇവിടെ പിടിച്ചുകൊണ്ട് ഓം മണിപൂരക ചക്രനിലയായൈ നമഃ. ഈ മണിപൂര ചക്രം അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാകുന്നു. ഈ മണിപൂര ചക്രത്തിന് നേരിട്ടാണ് രണ്ട് കൈകളെയും ചേർത്ത് വെച്ച് മാതാവിന് പ്രണാമം ചെയ്യേണ്ടത്, നമസ്കരിക്കേണ്ടത്. മാതാവിന് മാത്രമാണ് ഈ രണ്ട് കരങ്ങളെയും മണിപൂര ചക്രത്തിന് നേരെ വെച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അതിനുശേഷം അനാഹത ചക്രമാകുന്നു. രണ്ട് കരങ്ങളെയും അനാഹത ചക്രത്തോട് ചേർത്ത് പിടിച്ച് ഓം അനാഹത ചക്രനിലയായൈ നമഃ എന്ന് പറയാം. അതിനുശേഷം വിശുദ്ധി ചക്രം എന്ന് പറയുന്ന കണ്ഠപത്മം, കഴുത്തിൻ്റെ ആ കുഴി വരുന്നുണ്ടല്ലോ, മാറിനും കഴുത്തിനും നടുവേ ആ ഭാഗത്തിൽ ചോടെയുള്ള ആ കുഴി, അവിടെ രണ്ട് കരങ്ങളും അമർത്തി വെച്ചുകൊണ്ട് ഓം വിശുദ്ധി ചക്രനിലയായൈ നമഃ എന്ന് പറയാം. അതിനുശേഷം ആജ്ഞാചക്രം, ഭ്രൂമധ്യം, രണ്ട് പുരിയങ്ങൾക്കും നടുവേയുള്ള പൊട്ടുവയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് ആജ്ഞാചക്രം, മൂന്നാമത്തെ കണ്ണുള്ള സ്ഥലം. ഈ കണ്ണ് അന്തർമുഖമാണ്, ബഹിർമുഖമല്ല. പുറത്തുള്ള രണ്ട് കണ്ണുകളും അകത്ത് വേറെ ഒരു കണ്ണുമുണ്ട്. ഇതിലൂടെയാണ് ആത്മാവും മനസ്സും സഞ്ചരിക്കുന്നത്. അവിടെ രണ്ട് കരങ്ങളെയും അമർത്തി വെച്ചുകൊണ്ട് ഓം ആജ്ഞാചക്രാബ്ജനിലയായൈ നമഃ എന്ന് പറയാം. അതിനുശേഷം രണ്ട് കരങ്ങളെയും ശിരോപത്മത്തിൽ വെച്ചുകൊണ്ട് ഓം സഹസ്രദളപത്മസ്ഥായൈ നമഃ. ഇത്രമാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി. ഒരുപക്ഷെ ഈ ജന്മം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ശരിയായ രീതിയിൽ ഈ സമയാചാര പൂജ അനുസരിച്ചുള്ള ഈ കുണ്ടലിനി ശക്തിയെ ആരോഹണ അവരോഹണ ക്രമത്തിൽ ധ്യാനിക്കാനുള്ള, യോഗം ചെയ്യാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം ദേവി തന്നെ സാധിപ്പിച്ചു തരും. അതൊരു വലിയ സുഖമാണ് ഈ അന്തരപൂജ എന്ന് പറയപ്പെടുന്നത്. അതിലെ സുഖം ഒരിക്കലും ബഹിരംഗമായി ലഭിക്കുന്നതല്ല. പുറത്ത് ചെയ്യപ്പെടുന്ന പൂജയും ആരാധനയും തന്നെ നമുക്ക് ഇത്രയെല്ലാം സന്തോഷവും അല്ലെങ്കിൽ സുഖം അനുഭവപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാം ആയിരക്കണക്കിന് ഇരട്ടി സദ്ഫലത്തെയും സുഖത്തെയും നൽകുന്നതാണ് അന്തരപൂജ. അത് ചെയ്തു നോക്കിയാൽ മാത്രമേ സാധകന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ പവർ എന്താണുള്ളത്. അപ്പോൾ ഭഗവത്പാദർ പറയുന്നു, ഹേ ഭഗവതി പരാശക്തി ലോകമാത, ഞാൻ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ നിനക്ക്? ഞാൻ രണ്ട് ഹംസങ്ങളെ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു, ഭജിക്കുന്നു. ആ രണ്ട് ഹംസങ്ങൾ എങ്ങനെയുള്ളവയാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി വിരിഞ്ഞിരിക്കുന്ന ജ്ഞാനം എന്ന് പറയപ്പെടുന്ന ജ്ഞാനത്താമര, ആ ജ്ഞാനത്താമരയിൽ വിടർന്നിരിക്കുന്ന ജ്ഞാനത്താമരയിൽ നിന്നും പ്രസരിക്കുന്ന
അല്ലെങ്കിൽ പ്രവഹിക്കുന്ന അമൃതം എന്ന് പറയപ്പെടുന്ന തേനിനെ ഊറ്റിക്കുടിക്കുന്നവയാണ് ഈ രണ്ട് ഹംസങ്ങൾ. ആ ഹംസങ്ങളെ മഹാന്മാരുടെ മനസ്സ് മാനസരോവരത്തിന് സമമാകുന്നു. അങ്ങനെയുള്ള ആ മാനസരോവരം എന്ന് പറയപ്പെടുന്ന തടാകത്തിൽ യഥേഷ്ടം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ശക്തിയുള്ളവയും യോഗ്യതയുള്ളവയുമാണ് ഈ രണ്ട് ഹംസങ്ങൾ. ആ ഹംസങ്ങൾ എപ്പൊരിക്കൽ ഒരു ഭക്തൻ്റെ ഹൃദയപത്മത്തിൽ അതിൽ വിടർന്നിരിക്കുന്ന താമരയിൽ നിന്നും അതിൽ നിന്നും പ്രസരിക്കുന്ന തേനിനെ സേവിച്ചു തുടങ്ങുന്നുവോ, ആ നേരം തൊട്ട് തന്നെ, അപ്പോൾ തന്നെ, ആ നിമിഷ നേരത്തിൽ തന്നെ 18 കലകളും, അതായത് 18 വിദ്യകളും അവന് ജാതമായി ലഭിക്കുന്നു, അവനിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ അവനിൽ ആ പ്രഭാവം വന്നു ചേരുന്നു. ഈ ഹംസങ്ങളെ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഈ ഹംസങ്ങൾക്ക് ജലത്തെയും പാലിനെയും പിരിച്ച് പാലിനെ മാത്രം സ്വീകരിക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ട്, അതായത് ദോഷത്തെയും സത്യത്തെയും, ദോഷത്തെ മാറ്റി സത്യത്തെ മാത്രം സ്വീകരിക്കാനുള്ള ശക്തി, ആ ഒരു ഗുണം അവർക്കുള്ളതുകൊണ്ട് ആ ഹംസങ്ങൾ എപ്പോഴും പരിശുദ്ധിയെ തന്നെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ഹംസങ്ങൾ എന്ന് പറയപ്പെടുന്നത് ശിവനും ശക്തിയുമാകുന്നു. ശിവനെ പരബ്രഹ്മം എന്നും ശക്തിയെ അപരബ്രഹ്മം എന്നും പറയപ്പെടുന്നു. പരമശിവൻ എന്തുകൊണ്ടാണ് ജടാമകുടനായി കാണപ്പെടുന്നത്? എപ്പോഴും മറ്റുള്ള എല്ലാ ദൈവങ്ങളും വെൽ ഗ്രൂംഡ് ആണല്ലേ തല. പരമശിവന് മാത്രം എപ്പോഴും ജടാചൂടധാരിയായിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. കാരണം പരമശിവന്റെ ജട എന്ന് പറയപ്പെടുന്നത് ബ്രഹ്മാണ്ടങ്ങളാകുന്നു. ബ്രഹ്മാണ്ടങ്ങളെയാണ് അദ്ദേഹം തൻ്റെ ശിരസിൽ ഇങ്ങനെ ജടയായി കട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ ശിവനിലാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും കുടികൊള്ളുന്നത്. അദ്ദേഹത്തെ പരബ്രഹ്മം എന്ന് പറയപ്പെടുന്നു. അത് കാരണം ആ പരമനായിരിക്കുന്ന പരമേശ്വരൻ്റെ ജടയിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭുവനങ്ങളും സ്ഥാപിതമായിരിക്കുന്നു. അപ്പോൾ പരബ്രഹ്മത്തെ അപരബ്രഹ്മമാണ് സേവിക്കുന്നത്, ശക്തിയാണ് ശിവനെ സേവിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പൂജ കാണാൻ സാധിക്കുന്നു നമുക്ക്. 90% പരാശക്തി എന്ന് പറയപ്പെടുന്ന പാർവതി അല്ലെങ്കിൽ ഗൗരി അല്ലെങ്കിൽ കാളി, ആ എല്ലാ ദേവീ ദേവന്മാരും ശിവനെ ആരാധിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ശിവനെയാണ് എല്ലാവരും പൂജിക്കുന്നത്. പരമാത്മാവായിരിക്കുന്ന പരമേശ്വരനെയാണ് നിത്യപൂജ ചെയ്യുന്നത് എല്ലാവരും. അതേ നേരത്ത് ശിവനും പല സമയങ്ങളിലും ശക്തിയെ പൂജിക്കാറുണ്ട്. എല്ലാ ആൺ ദൈവങ്ങളും അവരുടെ കോൺസേർട്ട് എന്ന് പറയപ്പെടുന്ന സഹധർമ്മിണികളായിരിക്കുന്ന ശക്തി സ്വരൂപിണികളെ പൂജിക്കാറുണ്ട്. ശ്രീകൃഷ്ണൻ പോലും രാധാദേവി അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല എങ്കിൽ പോലും പാദങ്ങളെ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. പരമശിവൻ ശക്തിയുടെ പാദത്തെ തൻ്റെ ഹൃദയത്തിൽ ഒരിക്കലെങ്കിലും ഈ പാദം എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം തപസ്സിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത്, ഈ കാലുകൊണ്ട് ആർക്കൊക്കെയോ ഇടികിട്ടിയിട്ടുണ്ട്, ചവിട്ട് കൊണ്ടിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത പല അസുരന്മാരുടെയും ശരീരത്തെ സ്പർശിച്ചിട്ടുള്ള പാദങ്ങളാണിത്. പക്ഷേ അടുത്തിരിക്കുന്ന ഞാൻ, നിന്റെ ഭർത്താവായിരിക്കുന്ന ഞാൻ, നിന്റെ പതിയായിരിക്കുന്ന ഞാൻ, എനിക്ക് നിന്റെ പാദത്തെ ഇനിയും സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു വലിയ ദുഃഖമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോഴാണ് ഈ മഹിഷാസുരമർദ്ദിനി എന്ന് പറയപ്പെടുന്ന മഹിഷാസുരൻ്റെയും ഭണ്ഡാസുരൻ്റെയും യുദ്ധകാലങ്ങളിൽ പരാശക്തി കാളിരൂപമെടുത്ത് യുദ്ധക്കളത്തിൽ താണ്ഡവമാടുമ്പോൾ ശക്തിയുടെ കോപ ശമനത്തിനായിക്കൊണ്ട് എല്ലാ ദേവന്മാരും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ദേവി ഇങ്ങനെ താണ്ഡവമാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും നാശമായി പോകും. അംബികയുടെ ഈ കോപ ശമനത്തിന് നിങ്ങൾ തന്നെ ഒരു വഴി കാട്ടണം എന്ന് പറയുന്നു. അപ്പോഴാണ് അദ്ദേഹം ക്ഷേത്രജ്ഞൻ എന്ന പേരിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ പരമശിവനായി അവിടെ വന്ന് കിടക്കുന്നത്. കാളി ഇങ്ങനെ ചാടിക്കളിച്ച് താണ്ഡവമാടിക്കൊണ്ട് നടക്കുമ്പോൾ പരമശിവൻ ദേവിയുടെ പാദത്തിൻ്റെ അടുത്ത് പോയി കിടന്നു. ശിവന്റെ മാർഭാഗത്ത് തട്ടിയതോടുകൂടി ശിവൻ ശക്തിയുടെ എല്ലാ കോപതാപങ്ങളെയും, കോപത്തിൻ്റെ സ്വാമിയാണല്ലോ പരമേശ്വരൻ, ആ രുദ്രനായിരിക്കുന്ന മഹാദേവൻ ശക്തിയിൽ നിന്നും എല്ലാവിധമായ കോപത്തെയും തന്നിലേക്ക് ആവാഹിച്ച് വലിച്ചെടുത്തു. വളരെ സന്തോഷവുമായി. പല വർഷങ്ങളായിട്ടും പല യുഗങ്ങളായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ആഗ്രഹം സാഫല്യമായ ദിവസം ഇന്നാണ് എന്ന് പറഞ്ഞ ശക്തിയെ വളരെയേറെ അദ്ദേഹം പ്രശംസിക്കുന്നു. പക്ഷേ ആ നേരം തന്നെ ശക്തി താൻ ചെയ്ത അബദ്ധം, താൻ തെറ്റ് ചെയ്തു പോയി ഭർത്താവായിരിക്കുന്ന പരമേശ്വരൻ്റെ ആർക്കും ലഭിക്കാൻ സാധിക്കാത്ത അത്യധികം
ആദരണീയനായിരിക്കുന്ന 16 കലകളോടുകൂടി പ്രകാശിക്കുന്ന പരമേശ്വരൻ്റെ ഹൃദയത്തിൽ തൻ്റെ പാദം സ്പർശമായല്ലോ എന്ന് കരുതി അബദ്ധക്കാരണം നാക്കിനെ പുറത്തിട്ട് പല്ലുകൊണ്ട് കടിച്ചു. തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ്. അതാണ് കാളി എപ്പോഴും നാക്കിനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന, നാക്കിനെ പുറത്തിട്ട് പല്ലുകൊണ്ട് കടിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ പരമേശ്വരന് വളരെ സന്തോഷമാണ് ഇവിടെ നടന്നത്. കാരണം അദ്ദേഹത്തിന് ആ പാദസ്പർശം ലഭിച്ചു. അതുപോലെയെല്ലാം ഭക്തന്മാർ പരാശക്തിയുടെ ഒരു സ്പർശനത്തിന് വേണ്ടി തന്നെ യുഗങ്ങൾ തപസ് ചെയ്താൽ മാത്രമേ അത് സാധ്യമായി തീരുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആദിശങ്കര ഭഗവത്പാദർ വളരെ സുഗമമായ രീതിയിൽ മാനസരൂപേണ ചെയ്യപ്പെടുന്ന ഈ യോഗധ്യാനാദികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തെ അവർക്ക് ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ 18 വിദ്യകളെയും ഒരു സ്വല്പനേരം കൊണ്ട് തന്നെ ശിവശക്തിയായിരിക്കുന്ന ഈ മിഥുനങ്ങൾ ഉടനെ തന്നെ ആ ഭക്തനിൽ പ്രസാദിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അനാഗതചക്രം എന്ന് പറയപ്പെടുന്നത് വായുതത്വമാകുന്നു. അതേ നേരത്ത് രക്തധാതുവുമാകുന്നു. സപ്തധാതുക്കളിൽ രക്തത്തിൻ്റെ ധാതുവാണ് ഈ അനാഗതചക്രം. തത്വങ്ങളിൽ വന്ന് വായുതത്വമാകുന്നു. പഞ്ചഭൂതങ്ങളിലെ വായുതത്വം എല്ലാവർക്കും അറിയാം. ഹൃദയം രക്തത്തെ ശുദ്ധീകരിച്ച് ശരീരമാസകലം പ്രവഹിപ്പിക്കുന്നു. അതേപോലെ തന്നെ ലങ്സ് എന്ന് പറയപ്പെടുന്ന ശ്വാസകോശങ്ങൾ, അതാണ് വായുതത്വം. ഇവർ രണ്ടുപേരും ഒരാൾക്കൊരാൾ ദേ സപ്ലിമെൻ്റ് ഈച്ചതർ എന്ന് പറയുന്ന മാതിരി ഒരാൾക്കൊരാൾ സമ്മാശ്രയന്മാരാണ് ഈ ലങ്സും ഹാർട്ടും. അങ്ങനെ വായുതത്വത്തിൻ്റെ സ്വരൂപമായും തീർന്നിരിക്കുന്നു. രാഗിണി എന്നുള്ള ദേവിയാണ് ഇവിടുത്തെ ചുമതല വഹിച്ച് ഇരിക്കുന്നത്. ഈ സപ്തയോഗിനികളിൽ ഒരുവളായ അനാഗത ചക്രത്തിൻ്റെ ദേവി രാഗിണി ദേവിയാകുന്നു. 12 ദളങ്ങളാണ് അനാഗത ചക്രത്തിനുള്ളത്. 16 വയസ്സ് പ്രായം വരുന്ന ദേവിയാകുന്നു ഈ രാഗിണി ദേവി. കറുത്ത വർണ്ണമാണ് ദേവിക്കുള്ളത്. ദ്വിമുഖിയാകുന്നു. ദംഷ്ട്രകൾ, കത്തിജ്വലിക്കുന്ന 2 പല്ലുകൾ പുറത്ത് കാണാൻ സാധിക്കുന്നു. കാളരാത്രി തങ്കാരിണി എന്ന് പറയപ്പെടുന്ന, കാളരാത്രി മുതൽ തങ്കാരിണി എന്ന് പറയപ്പെടുന്ന 16 ദേവിമാരുടെ ഉപചാരങ്ങളെ കൊണ്ടാണ് ഈ ദേവി ഇവിടെ വിലസിക്കുന്നത്. വിശുദ്ധി ചക്രനിലയ ആരക്തവർണ ത്രിലോചനായൈ നമഃ എന്നുള്ള ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം. അതിനുശേഷം അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോ ജലാക്ഷമാലാദിധരാ രുതിര സംസ്ഥിതായൈ നമഃ കാളരാത്ര്യാദി ശക്തിയോഗ വൃതാ സ്നിഗ്ധോ ധനപ്രിയ മഹാവീരേന്ദ്ര വരദ രാഗിണ്യംബാ സ്വരൂപിണി. അങ്ങനെ ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. പരമശിവൻ ബ്രഹ്മാണ്ഡ സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മവും പരാശക്തി അപരബ്രഹ്മവുമാകുന്നു. പരത്തിൻ്റെ ഓപ്പോസിറ്റാണ് അപരം. ക്രിയകളിൽ തന്നെ പരക്രിയ എന്ന് പറയപ്പെടുമ്പോൾ ദേവന്മാർക്ക് ചെയ്യപ്പെടുന്നതും അപരക്രിയ എന്ന് പറയപ്പെടുമ്പോൾ പിതൃക്കൾക്ക് ചെയ്യപ്പെടുന്ന ക്രിയയായിട്ട് പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ പരബ്രഹ്മം അപരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മത്തിൻ്റെ 2 വശങ്ങളാകുന്നു. ആണ് പെണ്ണ് എന്ന് പറയപ്പെടുന്നത് പോലെയും ശിവം ശക്തി എന്ന് പറയപ്പെടുന്നത് പോലെയും പുരുഷൻ സ്ത്രീ എന്ന് പറയപ്പെടുന്നത് പോലെയും പിരിച്ചു മാറ്റാൻ സാധിക്കാത്ത ഇണഞ്ഞിരിക്കുന്ന ഒരു മഹാശക്തിയാകുന്നു ഈ പരബ്രഹ്മവും അപരബ്രഹ്മവും. അങ്ങനെ പരബ്രഹ്മത്തെ ചുറ്റിയിരിക്കുന്ന മഹാശക്തി പരാശക്തി തന്നെയാകുന്നു. ഈ പരാശക്തിയിലൂടെയാണ് നാം ശിവനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ശിവതത്വത്തെ പരബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരീരം ആദ്യം ഗലുർമ്മ സാധനം എന്ന് വേദം വ്യാഖ്യാനിക്കുന്നു. ശരീരം കൊണ്ടാണ് നാം എല്ലാ ധർമ്മത്തെയും അറിയേണ്ടത്. ധർമ്മം എന്ന് കഴിഞ്ഞാൽ ദൈവം. ധർമ്മം തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് ധർമ്മം. ധർമ്മം ആദ്യകാലത്തിൽ 2 പേർക്ക് ധർമ്മം ധർമ്മി എന്നുള്ള വിധത്തിലായിത്തീരുന്നു. അങ്ങനെ ധർമ്മത്തിൽ നിന്നും പുരുഷൻ സ്ത്രീ എന്നുള്ള 2 ശക്തികളായി വിഭജിച്ചു. ആ പുരുഷൻ വിഷ്ണുവും സ്ത്രീ പരമശിവപത്നിയായിരിക്കുന്ന പാർവതീദേവിയായുമായി തീർന്നു. അതുകൊണ്ടാണ് വിഷ്ണുവിനെയും പരാശക്തിയെയും സഹോദരി സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ ശക്തിക്ക് മാത്രമേ ശിവനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ശക്തിയിലൂടെ മാത്രമേ നാം ശിവനെ സാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുമ്പത്തെ ഒരു ശ്ലോകത്തിൽ ശിവനെ ധ്യാനം ചെയ്ത് ശിവൻ വഴിക്ക് ശക്തിയെ ചെന്ന് പ്രാപിക്കാനുള്ള മാർഗം രംഭാ തിലോത്തമ എന്നുള്ള അപ്സര സ്ത്രീകൾ കൈക്കൊണ്ട ഒരു വിദ്യ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു, ഇതേ സൗന്ദര്യഹരി തന്നെ. പക്ഷേ ശിവജ്ഞാനപ്രധായിന്യൈ നമഃ എന്ന ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകളാണ് സർട്ടിഫൈ ചെയ്യുന്നത്. ഈ മന്ത്രത്തിലൂടെ ശിവത്തെ അല്ലെങ്കിൽ ശിവനെ അറിയാൻ ശക്തിയുടെ അനുഗ്രഹം വേണം. അച്ഛനെ ആരാണെന്ന് അറിയാൻ അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് അച്ഛൻ. അത് ഏത് രീതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല.
അമ്മ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛൻ ആരാണ്. അതുപോലെ ഈ ശരീരമാണ്, ശരീരം എന്നുള്ള ഉപാധിയിലൂടെയാണ് നാം എല്ലാത്തെയും മനസ്സിലാക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയപ്പെടുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും നാം സാധ്യമാക്കി തീർക്കുന്നത് ശരീരത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് ശരീരം വളരെ പ്രാധാന്യമുള്ളതാകുന്നു. ആ ശരീരം എന്ന് പറയപ്പെടുന്നത് അപരബ്രഹ്മമാണ്, അതായത് അസത്യമാണ് ശരീരം. കാരണം അതിന് നാശമുണ്ട്, മിഥ്യയാകുന്നു. അതിനൊരിക്കലും സദാകാലവും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. മഹർഷികളെല്ലാം പല യോഗധ്യാനങ്ങളിലൂടെ അവർ ശരീരത്തെ ഇല്ലാതാക്കി തീർക്കുന്നു. അതായത് പ്രപഞ്ചത്തിൽ നിന്നും ഉത്പത്തി ചെയ്തതാകുന്നു ഈ ശരീരം, അതിനെ അപ്രപഞ്ചമാക്കി തീർക്കുകയാണ്. ആ ശരീരത്തെ ഡിമെറിറ്റലൈസേഷൻ എന്ന് പറയപ്പെടുന്നു. ഡിമെറ്റീരിയലൈസ് ചെയ്ത് ശരീരത്തിൽ 36 തത്വങ്ങളാണ് ഉള്ളത്. ആ 36 തത്വങ്ങളിൽ ഇവർ തൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളെയും അവരിൽ തന്നെ ഏൽപ്പിക്കുന്നു, റീഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആവശ്യമുള്ള സമയത്ത് വീണ്ടും ഈ ശക്തികളെ ആവാഹിച്ച് ശരീരത്തെ സൃഷ്ടിക്കാനുള്ള ശക്തി അവർക്കുണ്ട്. വ്യാസാചാര്യർ അങ്ങനെ ചെയ്യുന്നിട്ടാണ്, അഗസ്ത്യർ അങ്ങനെയാണ്, സപ്തഋഷികളെല്ലാവരും അങ്ങനെയാണ്. മഹാ ഋഷികളെല്ലാം പല കാലങ്ങൾ ജീവിച്ചിട്ടുള്ളവരാണ് എന്ന് പറയപ്പെടുന്നു ശാസ്ത്രങ്ങളിൽ. അതിൻ്റെ കാരണം ഇതാണ്, അവർ വേണ്ട സമയത്ത് ശരീരത്തെ എടുത്തുകൊണ്ടുവരും, വേണ്ട സമയത്ത് ശരീരത്തെ തിരിച്ച് അതിലേക്ക് തന്നെ, ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ റീഡെപ്പോസിറ്റ് ചെയ്യും. ഈ ശക്തി അവർക്കുണ്ട്. ഇന്നും തിരുവണ്ണാമലയിൽ പല അതിശയങ്ങൾ കാണാൻ സാധ്യമാണ്. വലിയ 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 തപസ്വികളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ മലയിൽ നിന്ന് ഇറങ്ങി ചോട്ടിലേക്ക് വരും. അതേപോലെ തന്നെ വായുരൂപത്തിൽ തന്നെ അവർക്ക് തിരിച്ചങ്ങ് പൂജ ചെയ്യും. നോയിക്കൊണ്ടിരിക്കാന്നല്ലാണ്ട് പോയി ചെന്ന് പിടിക്കാനോ ഒന്നും പറ്റില്ല. സോ മെറ്റീരിയലൈസേഷൻ, ഡിമെറ്റീരിയലൈസേഷൻ വളരെ എളുപ്പമാണ്. ഇതൊരു സിദ്ധിയാണ് എന്തായാലും. അങ്ങനെ അത്യധികം ശക്തിയുള്ള ഈ സംരംഭത്തെ പരാശക്തി ശിവനെ വലഞ്ഞിരിക്കുകയാണ്, ശിവനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ദേവി. അതിന് ദേവി കണ്ടുപിടിച്ച മാർഗം പാമ്പായി തീർന്നു. പരമേശ്വരൻ്റെ കഴുത്തിൽ വരിഞ്ഞു കിടക്കുന്നത് പാമ്പാണ്. ശരീരത്തിൽ മുഴുവൻ പാമ്പുകളാണ്. ഈ മേനക, ഹിമവാൻ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ പാർവതി സ്വയംവരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവി ഭാഗവതത്തിലുണ്ട്. പരാശക്തിക്ക്, അതായത് പാർവതി ദേവിക്ക് സഹോദരനുണ്ട്, മൈനാകൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ആ മൈനാക പർവ്വതത്തെയാണ് ഹനുമാൻ ഉപേക്ഷ കാട്ടിയത്. മൈനാക പർവ്വതം ലങ്കയ്ക്ക് പോകുന്ന ഹനുമാനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യം വന്നു, ആദ്യം ആരാണെന്ന് അറിയാണ്ട്. പിന്നീട് പറയാണ്, ഞാൻ മൈനാകനാണ്, ഇവിടെ വന്ന് താമസിച്ച് വേഷം പോയാൽ മതി എന്ന് പറയപ്പെടുന്നു. ആ പർവ്വത ശിരോമണിയായിരിക്കുന്ന, അതേമാതിരി തന്നെ പരാശക്തിയുടെ വേറെ ഒരു സഹോദരിയാണ് ഗംഗാദേവി. പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഗംഗാദേവിയെക്കുറിച്ചല്ലേ. ഗംഗാദേവി ശിവന്റെ തലയിൽ ഇരിക്കുന്നു, പാർവതിദേവി ഇടതുഭാഗത്തിരിക്കുന്നു എന്നെല്ലാം കളിയാക്കാറുണ്ട് പലരും. അവർ രണ്ടുപേരും സഹോദരികളാണ്. മൂത്ത സഹോദരിയാകുന്നു, പാർവതീദേവിയുടെ മൂത്ത സഹോദരിയാണ് ഗംഗ. അങ്ങനെയുള്ള ആ പരാശക്തിയായ പാർവതീദേവി പരമശിവന്റെ കഴുത്തിലും ശരീരമാസകലം പാമ്പ് കൊണ്ട് നിറയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നീ ഈ പരമേശ്വരനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. കാരണം ശരീരമാസകലം എല്ലാവരുടെയും പാമ്പാണ് ചുറ്റിത്തിരിയുന്നത്. കഴുത്തിലും കരങ്ങളിലും ഇടുപ്പിലും പല സ്ഥലങ്ങളിലും പാമ്പിനെ കാണാൻ സാധിക്കും. അപ്പോൾ നീ പേടിക്കില്ലേ എന്ന് ചോദിക്കുന്നു. നീ മനുഷ്യ സ്ത്രീയാണ്, നീ രാജകുമാരിയാണ്, നിനക്കെങ്ങനെ ഈ പരമേശ്വരൻ്റെ കൂടെ പോയി ചേർന്ന് ജീവിക്കാൻ സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ ശക്തി അകത്ത് നിന്ന് ചെറുക്കുകയാണ്. ഈ പാമ്പ് ഞാനാണ്, എനിക്കെന്തിനാ പാമ്പിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യം? പാമ്പ് കാലമാകുന്നു, സത്യമാകുന്നു. എല്ലാവർക്കും ഈ നാഗദോഷം എന്ന് പറയപ്പെടുന്നത് രജ്ജുദോഷം എന്നാണ് ഇതിനർത്ഥം. രജ്ജു എന്ന് വെച്ചാൽ പാമ്പ്. വിവാഹത്തിലും രജ്ജുദോഷം എന്ന് പറയപ്പെടുന്ന ദോഷം ഉണ്ട്. രജ്ജുദോഷവും വേദദോഷവും ഇല്ലെങ്കിൽ വിവാഹം ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ രജ്ജുസ്വരൂപമായിരിക്കുന്നത് കയറ് പോലെ ഇരിക്കുന്ന, പാമ്പിൻ്റെ രൂപമായിരിക്കുന്ന, വലയം ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് പാമ്പിന്. പാമ്പ് എപ്പോഴും ചുറ്റി മടങ്ങി കിടന്നിട്ടുള്ളൂ, എപ്പോഴും നീളത്ത് കിടക്കില്ല, ചുറ്റി 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 കിടക്കാറുള്ളൂ. അതിൻ്റെ ഉദ്ദേശം ബ്രഹ്മാണ്ടം എന്ന് പറയപ്പെടുന്ന ഈ പരന്നു കിടക്കുന്ന അതിവിശാലമായിരിക്കുന്ന പരബ്രഹ്മത്തെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് ശക്തിയാകുന്നു. അപ്പോൾ ശക്തിയാണോ വലുത്, ശിവനാണോ വലുത് ചോദിക്കുകയാണെങ്കിൽ ശക്തിയാണ് വലുത് എന്ന് പറയേണ്ടി വരും. ശക്തിക്കകത്താണ് ശിവൻ ഇരിക്കുന്നത്. എനിവേ ഇതാണ് ശക്തമതത്തിൻ്റെ അഭിപ്രായം. ശിവമതത്തിൻ്റെ അഭിപ്രായം ശിവനാണ് വലുത്, ശക്തിയാണ് ചെറുതെന്ന് പറയപ്പെടുന്നത്. ഇവിടെ ചെറുത് വലുതല്ലാത്ത ഉദ്ദേശം വ്യാസം, ഇവിടുത്തെ ചുറ്റളവിനെ കുറിച്ചാണ് പറയപ്പെടുന്നത്. അഖിലാണ്ടേശ്വരി, ഭുവനേശ്വരി എന്നെല്ലാം പരാശക്തിയാണ് പറയുന്നത്, പരമേശ്വരനല്ല. പക്ഷേ ശിവനും ശക്തിയും ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ശിവനെ പറ്റി പറയുന്നതെല്ലാം ശക്തിയെക്കുറിച്ചും, ശക്തിയെക്കുറിച്ച് പറയുന്നതെല്ലാം ശിവനെക്കുറിച്ചുമാകുന്നു. അവരങ്ങനെയാണ് എടുക്കുന്നത്. ഇനി അഥവാ നമ്മൾ ശിവനെ മാത്രം പൂജിച്ചാണെങ്കിലും ശക്തി ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറില്ല. കാരണം ശക്തിയും ശിവനും ഒന്നാകുന്നു, അവരെ ഒരിക്കലും പിരിക്കാൻ സാധ്യമല്ല. ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലെയാകുന്നു അവർ. ലോകത്തിൽ നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ടാവും, ലോകത്തിൽ സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനുണ്ടാവും,
എല്ലാം ഇങ്ങനെ ഇടകലർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും. അതുപോലെ അപ്പോൾ അപരബ്രഹ്മമായിരിക്കുന്ന ഈ പ്രപഞ്ചം എല്ലാം തന്നെ അപരബ്രഹ്മമാകുന്നു, പെർമനൻ്റ് ഉള്ളതല്ല. ഈ പ്രപഞ്ചം നാശമാകും, പ്രപഞ്ചം അപ്രത്യക്ഷമായി പോകും. ഇപ്പോൾ ഭൂലോകമുണ്ട്. ഈ ഭൂലോകത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന കലിയുഗം അവസാനിക്കുമ്പോൾ 4,32,000 നിന്നും 5,126 വർഷമായി ഇപ്പോൾ ബാലൻസ് ഉള്ളതായി ഇത്രയും വലിയൊരു സംഖ്യ കിടക്കുന്നുണ്ട്. ഇതിൽ ഈ സന്ധികാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അത് മൈനസ് ചെയ്ത് ചില മഹാത്മാക്കൾ വ്യാഖ്യാനിക്കും. അങ്ങനെ 3,60,000 ഉള്ളൂ എന്ന് പറയും. തെറ്റൊന്നുമില്ല, എന്തോ ആയിക്കോട്ടെ, അത് വലിയ നമ്പറാണ്. ആ കാലങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല, സൂര്യപ്രകാശം ഉണ്ടാവില്ല. ഒരു ദിവസം സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെ നാം നശിച്ചു പോകും ഈ ഭൂലോകം. അപ്പോൾ 100 ദേവവർഷക്കാലമാണ് സന്ധ്യാകാലം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദേവവർഷം എന്ന് പറയപ്പെടുന്നത് നമ്മളുടെ 360 ദിവസമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അപ്പോൾ നമ്മളുടെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രയായി? വലിയ നമ്പറായില്ലേ? അത്രയും വർഷക്കാലം ഇവിടെ സൂര്യനോ പ്രപഞ്ചത്തുള്ള ഒരു ശക്തി ഉണ്ടാവില്ല, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് എത്രയോ ഗോളങ്ങൾ ചുറ്റി കറങ്ങുന്നുണ്ട് പ്രപഞ്ചത്തിൽ. ആരും അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. കുറച്ച് സയൻറ്റിസ്റ്റുകളെല്ലാം ഓരോ പേരിട്ട് അതിന് വല്ലതും കിട്ടുന്ന നക്കാപ്പിച്ചതിന് വേണ്ടി അല്ലെങ്കിൽ പേര് കൊടുത്ത് അങ്ങനെ സയൻറ്റിസ്റ്റാണ് ഞാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കും. ഇനി വരാൻ പോകുന്ന അടുത്ത ഭൂമി എന്ന് പറയപ്പെടുന്നത്, അടുത്ത ഭൂലോകത്തെ ഭഗവാൻ സൃഷ്ടി ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ട നക്ഷത്രം ഉണ്ടല്ലോ, ജ്യേഷ്ഠ നക്ഷത്രം എന്ന് പറയപ്പെടുന്നു. തൃക്കേട്ട. ഈ ജ്യേഷ്ഠ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നക്ഷത്രം എന്നാണ് അർത്ഥം. അതായത് 1,00,000 സൂര്യനെ അതിനകത്ത് കയറ്റാൻ പറ്റും, അത്രയും വലിയൊരു നക്ഷത്രമാണ്. ആ നക്ഷത്ര മണ്ഡലത്തിൻ്റെ അടുത്തുള്ള ഒരു ഭൂമിയിലായിരിക്കും ഇനി അടുത്ത മനുഷ്യ സൃഷ്ടി എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഈ ഭൂമി എന്നും പെർമനൻ്റ് അല്ല. ഇതിനു മുമ്പിൽ നമ്മൾ ഇന്ന് പറയപ്പെടുന്ന മാർസ് ഉണ്ടല്ലോ, അതായത് ചൊവ്വാഗ്രഹം, അവിടെ ഇതേമാതിരി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ സൃഷ്ടികളും ഉണ്ടായിരുന്നു, ജീവജാലങ്ങളുണ്ട്, എല്ലാം അവർ പോയി. അതുപോലെ ഇപ്പോൾ ഭൂമി, ഈ ഭൂമി മാറ്റി വേറെ ഭൂമിയാക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം. കാരണം വർണ്ണാശ്രമ വിധായിനി എന്ന് പറയുന്നത് പോലെ തന്നെ പരാശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തിലെ ആർക്ക് എന്തെന്ത് പൊസിഷൻ കൊടുക്കണം അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ശക്തിയാകും. അങ്ങനെ ഗോളങ്ങളിൽ പലതും ചുറ്റിക്കറന്നതുപോലെ ഈ ഭൂമി എന്ന് പറയപ്പെടുന്നതും ഒരു ആകൃതിയുള്ള ഒരു തത്വമാകുന്നു, ആകൃതിയുള്ള ഒരു തത്വമാണ്. അപ്പോൾ ആകൃതിയുള്ള എല്ലാം തന്നെ, അല്ലെങ്കിൽ നാമരൂപങ്ങളുള്ള എല്ലാം തന്നെ അപരബ്രഹ്മമാകുന്നു, ബ്രഹ്മമല്ല. ബ്രഹ്മത്തിന് വന്ന് നാമം രൂപം ഒന്നുമില്ല. നാമരൂപ വിവർജിതായി മഹാ ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് പരാശക്തിയെക്കുറിച്ച്. അതുകൊണ്ടാണ് പരമശിവന്റെ കഴുത്തിൽ തന്നെ വാസുകി എന്നുള്ള പേരിൽ പരാശക്തി ശിവനെ തന്നെ വലയം പ്രാപിച്ച് ഇരിക്കുന്നത്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ കുണ്ടലിനി എന്നുള്ള പേരിൽ 3 ചുറ്റോട് കൂടിയ പാമ്പിൻ്റെ ആകൃതിയിലാണ് ഈ പരാശക്തി വാസം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മത്തെ എപ്പോഴും വലം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ പ്രദക്ഷിണ രൂപത്തിൽ ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ വലയം പ്രാപിച്ചിരിക്കുന്നതെല്ലാം അപരബ്രഹ്മമാകുന്നു. അപ്പോൾ നാം കാണുന്ന ലോകം എല്ലാം തന്നെ അപരബ്രഹ്മമാകുന്നു. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ലോകത്തിൻ്റെ ബോർഡറാണ്, ബൗണ്ടറിയാണ്. ഇതെല്ലാം പരിമിതിയോട് കൂടിയിട്ടുള്ളതാകുന്നു. പരിമിതി ഇല്ലാത്തൊരു സ്ഥിതിയാണ് പരബ്രഹ്മം. പരബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയാൻ സാധ്യമല്ല. ശൂന്യം, നിശബ്ദം, സൈലൻസ്. കാരണം ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ വാക്കിൻ്റെ സ്പേസ് രൂപമായി തീരും. അപ്പോൾ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ലിമിറ്റഡ്. ഇറ്റ്സ് നോട്ട് ഇൻഫിനിറ്റ് ഓർ അൺലിമിറ്റഡ്. അതാണ് ശരിയായിട്ടുള്ള അദ്വൈത സ്വരൂപം. വെറും സൈലൻസ്, നത്തിങ് എൽസ്, അബ്സല്യൂട്ട് സൈലൻസ്. ഒരു അയട്ടാ മിണ്ടിക്കഴിഞ്ഞാൽ തന്നെ പോയി. ആ സ്പേസ് എത്രത്തോളം ഒക്യുപ്പൈ ചെയ്യുന്നതോ അത് രൂപമായി തീരുന്നു. അപ്പോൾ പരമാണു പരാത്പരായ മഹാ ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അണുവിലും അണുവായിരിക്കുന്ന രൂപം. അപ്പോൾ അവിടെ രൂപം കൽപ്പിച്ചു. അങ്ങനെ പറയാൻ സാധിക്കാത്ത നാമങ്ങളെ കൊണ്ടോ രൂപങ്ങളെ കൊണ്ടോ വ്യാഖ്യാനങ്ങളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥിതിയെയാണ്, ഒരു ശക്തിയാണ് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള പരമാത്മാവിനെ വലയം ചെയ്തിരിക്കുന്ന പരാശക്തി സ്വരൂപിണി, അതായത് ശിവനെ എപ്പോഴും തന്നിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതിയെയാണ് അവിടെ കാട്ടിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാർ ശക്തിയെ ആരാധന ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ശക്തിയിൽ കൂടുതൽ വേറെ ഒരു വിചാരവും ഉണ്ടാകുന്നതല്ല, വേറെ ഏതൊരു ദൈവത്തെക്കുറിച്ചും അവർക്ക് താല്പര്യം ഉണ്ടാകുന്നതല്ല. ശക്തിയിൽ തന്നെ 100% സറണ്ടറായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ ഒരു മനസ്സിലെ ദൃഢനിശ്ചയം അവർക്ക് പ്രകൃത്യാ തന്നെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വ്യാഖ്യാനം. അപ്പോൾ 18 വിദ്യകൾ വിടരുന്നു ഈ പുണ്യാത്മാവിൻ്റെ ഹൃദയത്തിൽ. ആ 18 വിദ്യകൾ എന്താണെന്ന് അറിയണമല്ലോ. 4 വേദങ്ങൾ, ചതുർവേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. വേദം ഒന്നേ ഉള്ളൂ, പക്ഷേ അതിന് 4ആയിട്ട് വിഭജിച്ചു.
കാരണം പല മഹർഷിമാരുടെ കോൺട്രിബ്യൂഷൻസിനെ അദ്ദേഹം ആർക്കൈവ് ചെയ്ത് ഒരു സിസ്റ്റമാക്കി തീർക്കുകയാണ് ചെയ്തത് വ്യാസ മഹർഷി. വ്യാസർ എന്ന് പറയപ്പെടുന്ന മഹാത്മാവ് വർണ്ണനയിൽ കൂടുതൽ മഹാത്മ്യമുള്ള ഒരു മഹത്തത്വമാകുന്നു. ഋഷിയൻ നാംന സഹസ്രപ്സ വേദോവ്യാസോ മഹാമുനിഹി. 1000 ഋഷികൾക്ക് സമമാകുന്നു ഒരു വേദവ്യാസർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾ ഋഷിയാവണമെങ്കിൽ 12 വർഷം ജലാഭ്യാസം ചെയ്യണം. കഴുത്തിന് ചുവടെ ശരീരത്തെ മുഴുവൻ ജലത്തിൽ വെച്ചുകൊണ്ട് യോഗധ്യാനാദികൾ ചെയ്യപ്പെടുന്ന ഒരു ആചാര അനുഷ്ഠാനത്തെയാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ 12 വർഷം ചെയ്യുമ്പോൾ അവന് ഋഷിപട്ടം ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള 1000 ഋഷികൾക്ക് സമമാകുന്നു ഒരു വ്യാസർ. ഋഷീൻ നാംന സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിഹി. അത്രയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള ചതുർവേദങ്ങൾ, പിന്നീട് 4 ഉപവേദങ്ങൾ, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, ശില്പവേദം, ശില്പശാസ്ത്രം. ഇതാണ് 4 ചതുർവേദങ്ങൾ. പിന്നീടുള്ളത് 10 ശാസ്ത്രങ്ങളാണ്. പുരാണം, ന്യായം, മീമാംസ, ധർമ്മം. പിന്നീടുള്ള 6 അംഗങ്ങൾ വേദത്തിൻ്റെ ശിക്ഷ, വ്യാകരണം, കൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്ന് പറയപ്പെടുന്ന 6 + 4 + 4 + 4 അങ്ങനെ 18 വിദ്യകൾ. ഈ 18 വിദ്യകളും സാധകന്റെ ഹൃദയപത്മത്തിൽ വിടരുന്നു. അതായത് ശിവനെയും പാർവതിയെയും ശിവശക്തി സ്വരൂപമായിട്ട് ഏതൊരു ഭക്തൻ ഹൃദയപത്മത്തിൽ അനാഗത ചക്രത്തിൽ പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കുന്നുവോ, ശിവശക്തികളെ ധ്യാനിക്കുന്നുവോ, അവന് 18 വിദ്യകളെയും മനസ്സിലാക്കിയ എന്ത് ശക്തിയോ അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായിത്തീരുമോ അതെല്ലാം ആ ഭക്തനിൽ പരാശക്തി ശിവനും അനുഗ്രഹരൂപത്തിൽ നൽകുന്നു. ഭക്തമാനസ ഹംസികായൈ നമഃ എന്ന ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനമുണ്ട്. ഈശ്വരൻ എപ്പോഴും ശിവശക്തി രൂപങ്ങളായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർ ഭക്തന്മാരുടെ ഹൃദയപത്മത്തിൽ നിരന്തരം ഇരിക്കുവാനും അവരുടെ ലീലകളെ ചെയ്യുവാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഭക്തൻ ഹൃദയപത്മത്തിൽ അവരെ ധ്യാനിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു നിബന്ധന. അങ്ങനെ അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്തമ ശ്ലോകത്തെയാണ് ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ മുമ്പിൽ രചിച്ച് ശക്തിയുടെ സർട്ടിഫിക്കേഷൻ വാങ്ങിക്കുന്നത്. സമുന്മീല സംവിത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാഭാത് ദൃഷ്ടാ ദശഗുണിത വിദ്യാപരിണതി യത് ആധത്തേ ദോഷാത് ഗുണമഖിലമധ്യാപയ ഇവ. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.